Guys, we are back. സമയം 2:20. 8 മാസത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. 8 മാസത്തെ 8.5 മാസത്തെ ഇതെടുത്തിട്ടുണ്ട്, ബ്രേക്ക് എടുത്തിട്ടുണ്ട്. കുറേ പ്രൊജക്റ്റുകൾ ഞാൻ ഏറ്റുണ്ടായിരുന്നു. കുറച്ച് വണ്ടിയുടെ ഷൂട്ടുകൾ ഒക്കെ 8 മാസം ഞാൻ മടി കാണിച്ചപ്പോൾ അതെല്ലാം പോയി. ഇനി ഞാൻ വെറുതെ കുറേ ഡയലോഗ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഹോപ്പ് തന്നില്ല, വെറുതെ അലമ്പാക്കണില്ല. ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുന്നുണ്ട് വിത്ത് ഫുൾ പവർ. സപ്പോർട്ട് വേണം. കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ 8 മാസത്തെ ആ ഒരു ഗ്യാപ്പ് വരുന്നതിൻ്റെ റീസൺ ഞാനായിട്ട് പറയുകയാണെന്നുവെച്ചെങ്കിൽ അതിൻ്റെ കാരണം വേറൊന്നല്ല. മെയിനായിട്ട് ഞാൻ ജോലി ചെയ്ത് കൊടുത്ത് കുറച്ച് വർക്ക് വന്നപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് വീഡിയോ എടുക്കാനും സാധാരണ നമുക്കിങ്ങനെ കണ്ടൻസ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ റൂമിലാണെന്നുണ്ടെങ്കിലും അതിന് പോലും പറ്റാത്തൊരു സമയമായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാമല്ലോ. ദുബായിൽ ചെറിയൊരു വാറിൻ്റെ ഒക്കെ ഒരു ചെറിയ സംഭവം, അത് കാരണം വർക്ക് കാര്യമായിട്ടില്ല. അപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ച്, വൈ ഷുഡ് ഐ ഗെറ്റ് ബാക്ക് ഇൻ ടു വ്ളോഗിങ്, വൈ ഷുഡ് ഐ ഗെറ്റ് ബാക്ക് ഇൻ ടു കണ്ടന്റ് ക്രിയേറ്റിംഗ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ വെറുതെ സമയങ്ങളുണ്ടെന്ന് തോന്നി തിരിച്ചു വരുന്നത്. ഫുൾ സപ്പോർട്ട് വേണം കേട്ടോ. എനിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിങ്ങനെ ഓരോ കണ്ടൻറ്റുകൾ കൊണ്ടുവരാനും, നമ്മളെ കയ്യിൽ തന്നെ കോണ്ടാക്ട്സ് വെച്ചിട്ട് തന്നെ ഒരു എന്താ പറയുക, കുഴപ്പമില്ലാത്ത നമ്പർ ഓഫ് വണ്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. വൈകാതെ തന്നെ ഒരെണ്ണം ഞാൻ കൊണ്ടുവരും, വരും ദിവസങ്ങളിൽ തന്നെ. അത് ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര മഴയാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വണ്ടി കുറച്ച് ലോവേഡ് ആയതുകൊണ്ട് ആൾക്ക് ഇറക്കാൻ നല്ല പേടിയുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ ഒന്ന് നോർമലായിട്ട് ഒരു വീക്കെൻഡിൽ ഞാൻ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ ജോലിക്കാസിൻ്റെ മുന്നിൽ തിരിഞ്ഞടിച്ചിട്ട് നാളെ പോലീസ് വരണോ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സപ്പോർട്ട് വേണം. ഇതന്നെ ഞാൻ ഈ 8 മാസത്തെ ബ്രേക്ക് എടുത്തതിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ. ആയിട്ട് വർക്കിൽ കുറച്ച് സ്റ്റക്കായി പോയി എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളുണ്ടായി. ഡാഡി മരണപ്പെട്ട് 2026 സ്റ്റാർട്ടിങ് തന്നെ അതാണ്. അതൊരു നമ്മളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഒരു ഫോളാണ്, ഒരു ഹാർട്ട് ബ്രേക്കാണ്. പക്ഷെ നമ്മൾ ആസ് വി നീഡ് ടു ലീവ് ഫോർവേഡ്. നമ്മളെ കാര്യങ്ങളിലേക്ക് പതിയെ വന്നുകൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് കുറച്ച് പ്ലാനുകളുണ്ട്. നമ്മളാ വിട്ടുപോയ കുറച്ച് പ്രൊജക്ട്സുകൾ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും മുഖ്യം നിങ്ങളെ സപ്പോർട്ടാണ്. അപ്പോൾ നട്ടപ്പാതിരക്ക് വിശന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് റൂമിൽ. സമയം 2:30 ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചു മെല്ലെ കയറട്ടെ. അപ്പോൾ ഇത് ഞാൻ വൈകാതെ അല്ല, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് ആൻ M4 ബഹ്റൈൻ രജിസ്ട്രേഷനാണ്. ക്വാഡ് എക്സോസ്റ്റ് ഒക്കെ ഉണ്ട്. രജിസ്ട്രേഷൻ M4 ആണെന്നുകൊണ്ട് BMW ഫാൻസ് ഉണ്ടെങ്കിൽ പറയാതെ വണ്ടി ഇതുള്ളത്.
അപ്പോൾ ഗൈസ് ഞാൻ സൈൻ ഔട്ട് ചെയ്യണ്. സൈൻ ഔട്ടല്ല, ഞാനത് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം നമ്മൾ അത് ശക്തമായി തിരിച്ചു വന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വ്ളോഗിങ്ങൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് സമാധാനമായ സ്ഥലത്താണ്. അങ്ങനെ കുറച്ച് കണ്ടൻസ് പ്ലാനുണ്ട്. ഒരു വണ്ടി ഞാൻ എന്താണെന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനറിയാം ഇതൊരു ജാപ്പനീസ് വണ്ടിയായിരിക്കും, റയറായിരിക്കും. റയർ വെച്ചാൽ അത് ബിൽഡ് ചെയ്തിരിക്കുന്നൊരു എന്താ പറയുക, ഒരു റയർ ടൈപ്പിലാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നോർമലി ആ വണ്ടി വരുന്ന രീതിയിലല്ല. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ എന്തായാലും ഞാനത് കൊണ്ടുവരുന്നതായിരിക്കും. ഇതാണ് പ്രശ്നം. ഇവിടുത്തെ കാലാവസ്ഥ റെഡി ആവണം, എന്നാലാണ് ആ പുള്ളിക്കാരന് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഇൻഷാ അല്ലാ. അപ്പോൾ അതുവരേക്കും ടാറ്റ, സൈനിങ് ഓഫ്.